പത്തനാപുരത്തെ UDF വിജയത്തിൽ ഡീൽ വിവാദം മുറുകുകയാണ്. തോറ്റത്തിൽ സമനില തെറ്റിയാണ് KB ഗണേഷ് കുമാർ. NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിന്റെ കണക്കും മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഫലവും നിരത്തിയായിരുന്നു LDF സ്ഥാനാർത്ഥിയുടെ ഡീൽ ആരോപണം. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. 25 വർഷത്തെ KB ഗണേഷ് കുമാറിന്റെ വിജയയാത്രയ്ക്കാണ് ഇത്തവണ UDF ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. ഞാൻ തിരിച്ചു വരും, വെല്ലുവിളിക്കുന്നു. ഇവിടെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച, അതായത് അദ്ദേഹത്തിന്റെ വാർഡിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഇവിടെ നടന്ന ഒരു വലിയ ഡീലാണ്. ചാത്തന്നൂരും പത്തനാപുരം കൂടി വെച്ചുള്ള BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലാണ്. അതിൻ്റെ അകത്തൊരു പഴമുണ്ട്, അത് വായിക്കുത്തി കേട്ടോണ്ട്. മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJPക്ക് വോട്ടില്ല. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. തോറ്റതോടെ ഗണേഷ് കുമാറിന്റെ സമനില തെറ്റിയെന്ന് ജ്യോതികുമാർ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. കണക്കുകൾ പറയുമ്പോൾ വസ്തുതാപരമായി പറയണം. BJPയുടെ മാത്രമല്ല LDFന്റെ വോട്ടും തനിക്ക് ലഭിച്ചെന്നും ജ്യോതികുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന്റെ ഈ തിരഞ്ഞെടുപ്പ് നയിച്ചവർ, അവരിൽ പരമപ്രധാനികളായ 2 പേർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. LDFന്റെ വോട്ടും UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന വസ്തുത കണക്കുകളുടെ പിൻബലത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകും. എന്തിനാണ് നമ്മുടെ ആന ഉടമസ്ഥ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്നത്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ. ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ട് അടുത്ത റിസോർട്ടിൽ പറ്റിയെന്ന് നോക്കാം.